തിരുവനന്തപുരത്ത് തുണിക്കടകൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര നടത്തിയ പ്രതികൾ പിടിയിൽ. ഭീമാപ്പള്ളി സ്വദേശിയായ 20-കാരൻ മുഹമ്മദ് സെയ്ദും ബാലരാമപുരം സ്വദേശിയായ 18-കാരൻ മുഹമ്മദ് അമീനുമാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. പതിനാലോളം മോഷണ കേസുകളിലെ പ്രതികളാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. മോഷണക്കേസിൽ ഇതാദ്യമായാണ് സംഘം പിടിയിലാകുന്നത്. പിടിയിലായ പ്രതികളിൽ ഒരാൾ മുക്കോലയിൽ പ്രവർത്തിച്ചിരുന്ന തുണിക്കടയിൽ മോഷണം നടത്തിയ പ്രതിയാണ്. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മുക്കോലയിൽ നിന്നും വസ്ത്രങ്ങളും വിവിധതരം വാച്ചുകളും പെർഫ്യൂമുകളും 4000-ലധികം രൂപയുമാണ് സംഘം മോഷ്ടിച്ചത്. മാസ്ക് ധരിച്ച 2 പേർ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് പോലീസിന് സഹായകരമായത്. ചാക്കുകളിൽ നിറച്ച വസ്ത്രശേഖരം ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഈ മാസം 20 മുതൽ 26 വരെ 14ഓളം മോഷണമാണ് ഇവർ നടത്തിയത്. പ്രതികൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. മോഷണത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആദ്യം ഇരുചക്ര വാഹനം മോഷ്ടിക്കുന്നതാണ് സംഘത്തിന്റെ രീതി. ഇതിൽ സഞ്ചരിക്കുന്നതിനിടെ പെട്രോൾ തീർന്നാൽ ഈ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനം മോഷ്ടിച്ച് തുണിക്കടകൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുകയാണ് രീതിയെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ചു കിട്ടുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയും തുണിത്തരങ്ങൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുകയും ചെയ്യും. പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നും ഓട്ടോറിക്ഷ മോഷണം നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തും ബാലരാമപുരത്തും 4 കേസുകൾ വീതമുണ്ട്. കൂടാതെ പാറശാല, തമിഴ്നാട്, കളിയിക്കവള സ്റ്റേഷനുകളിൽ മോഷണം നടത്തിയതിൽ കേസുണ്ട്. ഇവരിൽ നിന്നും മോഷണം നടത്തിയ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. SI-മാരായ M പ്രശാന്ത്, ദിനേശ്, CPO-മാരായ O രാമു, അരുൺ P, മണി, വിനായകൻ, റെജിൻ, ഗോഡ്വിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ഇന്ന് റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.